അപ്പോൾ ഇന്ന് ദച്ചൂസിനെ വിളിക്കാൻ വേണ്ടി ഞാനും വാവയോട്ടോ പോയത്. അപ്പോൾ സാധാരണ ചേട്ടനാണ് പോവാറ്. അപ്പോൾ ഇന്ന് ചേട്ടൻ കുറച്ച് കാര്യമായിട്ട് പുറത്തായതുകൊണ്ട് തന്നെ ഞാനും അവളും കൂടെ ആയിട്ടോ പോയത്. വെളി ഇറങ്ങിയപ്പോൾ വലിയ മഴയും വെയിലും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഒരു ന്യൂട്രൽ അങ്ങനെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനല്ല, അവൾ കുട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങ് നമ്മൾ കുറേ നടക്കണം, ഒരു 10-20 മിനിറ്റൊക്കെ ഉള്ളൂ നടക്കാൻ. എങ്കിലും നമുക്ക് ഒരു തേരിയുണ്ട്. അപ്പം തേരി ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തേരി കയറാനാണല്ലോ. അപ്പോൾ നമ്മൾ ഈ മെയിൻ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിറയെ വണ്ടി കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു ലൊക്കാലിറ്റിയിൽ ഒരു 3 നേരം, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്, നമ്മൾ ടാബ്ലറ്റൊക്കെ കഴിക്കുന്ന പോലെ 3 നേരം മാത്രമേ ബസ്സുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും വായും കൂടെ നടന്ന് ഏകദേശമൊക്കെ ഇങ്ങോട്ട് എത്തി. നല്ല പൊരി വെയിലായിരുന്നു കേട്ടോ, ഇങ്ങോട്ട് നടക്കുന്നതോറും പൊരി വെയിലായിരുന്നു. പിന്നെ അവൾ കുടയൊക്കെ പിടിച്ച് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വീഡിയോ എടുപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കൊരു വീഡിയോ തന്നെ ഷോർട്സും വീഡിയോ എല്ലാം ഒപ്പിക്കണമല്ലോ. അങ്ങനെ അതാ ഇവിടെ എത്തി, കൊക്കൂണിൻ്റെ വഴിയിലാണ് കേട്ടോ. അപ്പോൾ കൊക്കൂണെന്ന് പറഞ്ഞാൽ തെച്ചൂസിൻ്റെ സ്കൂള്. അപ്പം പ്ലേ സ്കൂളും LKGയും UKG മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഹയർ ക്ലാസ്സസ് ഒന്നും ഇല്ല. അപ്പം കുറച്ച് പ്രൈവസി അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് വീഡിയോ എടുത്തില്ല, ആ ഒരു വഴി വരെ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ തെച്ചൂസ് നമ്മളെ കണ്ടതും ബാഗ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് വാ അമ്മ നമുക്ക് പോവാം എന്ന് പറഞ്ഞു. സാധാരണ അവളെ ബൈക്കിൽ കൊണ്ട് ഇറക്കും കയറ്റും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വലിയ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ മെയിൻ റോഡ് എത്തിയതും തെച്ചൂസിൻ്റെ സ്വഭാവം വന്ന് നടന്നു, ഈ കടയിൽ കയറാം ആ കടയിൽ കയറാം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഒരു കടയിൽ കയറാത്തതുകൊണ്ടാണ് തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പോകുന്നത്. അവസാനം ഒരു കടയിൽ കയറ്റി, പാവമല്ലേ, വല്ലപ്പോഴും ഞാൻ വിളിക്കാൻ പോകുന്നതല്ലേ. അങ്ങനെ കയറ്റി കുറേ നേരത്തെ സെലക്ഷനൊക്കെ കഴിഞ്ഞ് ഒരു കിൻഡർ ക്രീം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ പിന്നെ അവളെയും കൊണ്ട് റോഡിലൂടെ നടക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിന് വെയിറ്റ് ചെയ്തില്ല, നമ്മൾ ഒരു ഓട്ടോയിൽ കയറി ഇങ്ങ് വീടെത്തി കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയത് ഒരു പല്ലിയെ കണ്ട ആൾ വീട്ടിൽ കയറാതെ പുറത്തിരിപ്പുണ്ട്.